കൊച്ചിയിൽ നടന്മാരുടെ വീടുകളിൽ കസ്റ്റംസിന്റെ പരിശോധന. പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായാണ് പരിശോധന. ഭൂട്ടാനിൽ നിന്ന് നികുതി വെട്ടിച്ച് വാഹനങ്ങൾ കൊണ്ടുവന്നതിനാലാണ് അന്വേഷണം നടക്കുന്നത്. കേരളത്തിൽ 30 ഇടങ്ങളിലാണ് റെയ്ഡ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നവമി ദിനേശ് ചേരും. നവമി, നേരത്തെ ഇക്കാര്യത്തിൽ ഈ ഭൂട്ടാൻ പട്ടാളം ലേലത്തിൽ വിറ്റ വാഹനങ്ങൾ ഇറക്കുമതി തീരുവ നൽകാതെ ഹിമാചൽ പ്രദേശിൽ എത്തിച്ച് ഹിമാചൽ പ്രദേശിൽ HP രജിസ്ട്രേഷനിൽ നടത്തി അവിടെ നിന്ന് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കടത്തി എന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണവും പ്രഖ്യാപിച്ചതാണ്. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഇക്കാര്യത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. 30 ഇടങ്ങളിൽ കേരളത്തിൽ പരിശോധന എന്നാണല്ലോ. നടന്മാരും ഈ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നാണോ? ലാൻഡ് ക്രൂയിസർ ഇതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. വില കൂടിയ SUV-കളുണ്ട്. ഇതൊക്കെ നിസാര വിലയ്ക്ക് അവിടെ ലേലത്തിൽ പിടിച്ചിട്ട് ഇങ്ങോട്ട് വലിയ വിലയ്ക്ക് വിൽക്കുന്നു എന്നതാണല്ലോ. എന്തെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? മഞ്ജുഷ, അത് തന്നെയാണ് കസ്റ്റംസും വ്യക്തമാക്കുന്നത്. കേരളത്തിൽ 30 ഇടങ്ങളിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഇതിൽ എറണാകുളം, കോട്ടയം, കോഴിക്കോട്, മലപ്പുറം, തിരുവനന്തപുരം എന്നീ 5 ജില്ലകളിലും പരിശോധന നടക്കുന്നുണ്ട്. നടന്മാരുടെ മാത്രമല്ല, വ്യവസായികളുടെ, ചില പോലീസ് ഉദ്യോഗസ്ഥരുടെ, തമിഴ്നാട്ടിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ, അങ്ങനെ വിവിധ പ്രധാനപ്പെട്ട ആളുകളുടെ വീടുകളിലാണ് റെയ്ഡ് നടക്കുന്നത്. എറണാകുളം ജില്ലയിലേക്ക് വന്നാൽ ഇവിടെ നടൻ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിലും ഫ്ളാറ്റിലുമാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. പൃഥ്വിരാജിന്റെ തേവരയിലുള്ള ഫ്ളാറ്റിലും ദുൽഖർ സൽമാന്റെ എളംകുളത്തുള്ള വീട്ടിലുമാണ് ഇപ്പോൾ കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നത്. കസ്റ്റംസ് പറയുന്നത് പ്രകാരം പൃഥ്വിരാജിന്റെ ലാൻഡ് റോവർ ഡിഫൻഡർ അത് ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ചാണ് കേരളത്തിൽ എത്തിച്ചത്. ആ രീതിയിലാണ് പൃഥ്വിരാജ് ആ കാർ ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. അതോടൊപ്പം ദുൽഖർ സൽമാന്റെ നിസാൻ പെട്രോളും സമാനമായ രീതിയിൽ നികുതി വെട്ടിച്ചാണ് കേരളത്തിൽ ഉപയോഗിക്കുന്നതെന്നാണ് കസ്റ്റംസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണല്ലേ ആരൊക്കെയാണ് ഇങ്ങനെ കാറുകൾ വാങ്ങിയിട്ടുള്ളത്, SUV-കൾ വാങ്ങിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ അന്വേഷണം നടക്കുകയായിരുന്നുവല്ലോ. അപ്പോൾ കേരളത്തിൽ 20 വാഹനങ്ങൾ വിറ്റിട്ടുണ്ട്, കേരളത്തിലേക്ക് വിറ്റിട്ടുണ്ട് എന്നായിരുന്നുവല്ലോ. അത് ആരൊക്കെയാണെന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഈ നടന്മാർ ഈ വാഹനങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് കൃത്യമായ തെളിവുകൾ കിട്ടിയിട്ടുണ്ടോ കസ്റ്റംസിന്? മഞ്ജുഷ, തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവരുടെ വീട്ടിലും ഫ്ളാറ്റിലുമായി റെയ്ഡ് നടക്കുന്നത്. ഒപ്പം കളമശ്ശേരിയിലെ ഒരു വ്യവസായിയുടെ വീട്ടിലും സമാനമായ രീതിയിൽ കസ്റ്റംസിന്റെ റെയ്ഡ് നടക്കുന്നുണ്ട്. രാജ്യവ്യാപകമായിട്ടുള്ള ഒരു റെയ്ഡിന്റെ ഭാഗമായാണ് കേരളത്തിൽ പ്രധാനപ്പെട്ട 2 യുവ നടന്മാർ, ഒന്ന് ദുൽഖർ സൽമാൻ, ഒന്ന് പൃഥ്വിരാജ്, ഇവരെ രണ്ടുപേരുടെയും എറണാകുളത്തെ വസതികളിലാണ് റെയ്ഡ് നടന്നിരിക്കുന്നത്. ഇവരും ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ചാണ് ഇത്തരത്തിൽ ആഡംബര വാഹനങ്ങൾ കേരളത്തിൽ എത്തിച്ചത് എന്നതാണ് കസ്റ്റംസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ലാൻഡ് ക്രൂയിസ്, ലാൻഡ് റോവർ അടക്കമുള്ള വാഹനങ്ങളാണ് കേരളത്തിൽ വിറ്റത് എന്നുകൂടി കസ്റ്റംസിന് കണ്ടെത്തുവാനും കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും പൃഥ്വിരാജിന്റെ KL 01 BM 8343 എന്ന ലാൻഡ് റോവർ ഡിഫൻഡർ ആണ് ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് ഇവിടേക്ക് എത്തിയത്. ഇനി അറിയേണ്ടത് പൃഥ്വിരാജും ദുൽഖറിനും ഇക്കാര്യം കൃത്യമായി അറിയാമായിരുന്നോ? ഇവർ ഈ നികുതി വെട്ടിച്ച് തന്നെയാണോ കേരളത്തിൽ എത്തിച്ചത്, അതോ മറ്റേതെങ്കിലും ഇടനിലക്കാർ വഴിയാണോ ഇവർ ഈ കാർ സ്വന്തമാക്കിയത്? അങ്ങനെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇത് സെക്കൻഡ് ഹാൻഡ് വാഹനമാണ്. നേരത്തെ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭൂട്ടാനിലെ പട്ടാളക്കാർ ഉൾപ്പെടെ ഉപയോഗിച്ച വാഹനമാണ്. പിന്നീട് ഈ നികുതിയുടെ വെട്ടിപ്പ് നടത്തി ഹിമാചലിൽ. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഇതേക്കുറിച്ച് കിട്ടും. ഇതിലിപ്പോൾ നേരത്തെ ഒരു 25 ലക്ഷം രൂപയ്ക്ക് ഒരു SUV വാങ്ങിയ ആളെ കണ്ടെത്തിയിരുന്നു. അദ്ദേഹം അന്ന് മൊഴിയായിട്ട് കൊടുത്തത് ഇത് അറിഞ്ഞിരുന്നില്ല, ഇതിങ്ങനെ ഒരു ഇടപാടുകാർ വന്നതാണ്, അങ്ങനെ വാങ്ങിയതാണ്, അത് ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവന്ന വാഹനമാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്നാണ് അദ്ദേഹം കസ്റ്റംസിന് മൊഴി നൽകിയത്. ഇതേ തുടർന്ന് കൂടുതൽ പരിശോധന കൊണ്ട് ഇത് ഇന്ത്യ മുഴുവനായിട്ട് നടക്കുന്ന പരിശോധനയാണ്. ഏതാണ്ട് 150ഓളം വാഹനങ്ങൾ ഈ രീതിയിൽ ഭൂട്ടാൻ പട്ടാളം ലേലത്തിൽ വിറ്റ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇറക്കുമതി തീരുവ കൊടുത്തിട്ടില്ല, ഇന്ത്യയിൽ അത് ടാക്സ് അടക്കേണ്ടതാണ്, അങ്ങനെ ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഇന്ത്യയിൽ ഉപയോഗിക്കണമെങ്കിൽ ഇന്ത്യൻ രജിസ്ട്രേഷൻ, ഇന്ത്യയിലെ ഏതെങ്കിലും സംസ്ഥാനത്തെ രജിസ്ട്രേഷൻ വേണം. അതിനുവേണ്ടി അങ്ങനെ കള്ളത്തരം കാണിച്ചതാണ്. ഹിമാചൽ പ്രദേശിൽ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ട് അത് വിവിധ സംസ്ഥാനങ്ങളിലേക്ക് കടത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിലേക്ക് 20 വാഹനങ്ങൾ വിറ്റിട്ടുണ്ട് എന്നാണ്. 1 ലക്ഷത്തിനൊക്കെ ലേലത്തിൽ പിടിച്ച വാഹനങ്ങൾ 10 ലക്ഷം രൂപയ്ക്കും 3 ലക്ഷം രൂപയ്ക്കൊക്കെ ലേലത്തിൽ പിടിച്ച വാഹനങ്ങൾ 30 ലക്ഷം രൂപയ്ക്കുമൊക്കെ വിറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആദ്യം രഹസ്യാന്വേഷണ സംഘം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും ഇത് റവന്യൂ ഇന്റലിജൻസ് ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട്, കസ്റ്റംസ് ഇടപെട്ടിട്ടുണ്ട്, കേരളത്തിൽ മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം നടത്തുന്നുണ്ട്. ഇപ്പോൾ ശ്രീ ഉപേന്ദ്ര നാരായണൻ, റോഡ് സേഫ്റ്റി വിദഗ്ധനായ ഉപേന്ദ്ര നാരായണൻ ചേരുകയാണ്. ശ്രീ ഉപേന്ദ്ര നാരായണൻ, ഇത് പതിവായി നടക്കുന്ന ഒരു കാര്യമാണോ ഇങ്ങനെ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് കടത്തുന്നത്, അതിന്റെ ഭാഗമായി കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്?
ഇത് സത്യം പറഞ്ഞാല് നല്ലൊരു അറിവാണ് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്നത്. ഒരു വാഹനം, യൂസ്ഡ് വാഹനം വാങ്ങുമ്പോൾ ഇതിന്റെ ഒറിജിൻ ഓഫ് രജിസ്ട്രേഷൻ എവിടെയാണ്. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന ന്യൂസിൽ കാണുന്നത് ലാൻഡ് റോവറിന്റെ ഡിഫൻഡർ 110 ഇഞ്ച് എന്ന് പറയുന്നത് ഡിഫൻസ് സ്പെസിഫിക്കേഷനിൽ മാത്രമുള്ള ഒരു വണ്ടിയാണ്. ഞാൻ ലാൻഡ് റോവർ ലിമിറ്റഡിൽ ജോലി ചെയ്തുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഇന്ത്യയിൽ തിരിച്ചു വരുന്നതിന് മുമ്പേ. അപ്പൊ ഡിഫൻസ് സ്പെസിഫിക്കേഷനിലുള്ള ഒരു 10 സീറ്റർ വാഹനമാണ് ഈ പിക്ചറിൽ കാണുന്ന ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിൽ ഇപ്പോ ഉള്ളത്. ഇത് നമ്മളിപ്പോ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ CCP, കസ്റ്റം ക്ലിയറൻസ് പെർമിറ്റ് എടുക്കണം. അതായത് നമ്മളുടെ പേരിലെ വിദേശത്ത് 5 കൊല്ലത്തോളം നാം വാങ്ങി ഉപയോഗിച്ച ശേഷം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനങ്ങൾ മാത്രമേ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാൻ പറ്റുള്ളൂ. അങ്ങനെ എനിക്ക് 1983 ഇന്റർനാഷണൽ റാലിയില് ഫസ്റ്റ് പ്രൈസ് കിട്ടിയപ്പോഴും ഞാനൊരു ബെൻസ് കാർ എനിക്ക് റോയൽ ഫാമിലിക്ക് തന്നിരുന്നു. അത് ഞാൻ CCP എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പോഴും എന്റെ പേരിൽ തന്നെ ഉണ്ട്. അപ്പോ ഇതെങ്ങനെയാണ് ഇതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത്? നമ്മൾ കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് CCP എടുക്കാതെ ഒരു വാഹനം കൊണ്ടുവരിക എന്ന് പറയുന്നത് കള്ളക്കടത്താണ്. ഇത് സംഭവിച്ചേക്കുന്ന ഭൂട്ടാനിൽ നിന്നോ നേപ്പാളിൽ നിന്നോ വാഹനം ഓടിച്ചു കൊണ്ടുവരാൻ, ഹിമാചലിലേക്ക് ഓടിച്ചു കൊണ്ടുവരാനുള്ള റോഡ് നെറ്റ്വർക്ക് നമുക്കുണ്ട്. അപ്പോ അങ്ങനെ ഇത് കൊണ്ടുവന്നിട്ട് ഹിമാചൽ പ്രദേശിലെ HP 52 എന്ന ഡിസ്ട്രിക്റ്റിലാണ് ഇത് രജിസ്റ്റർ ചെയ്തേക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഏറ്റവും വലിയ കുറ്റവാളി എന്ന് പറയുന്നത് HP 52ന്റെ RTO ആണ്. അതായത് ഷിംല റൂറൽ അല്ലേ? ഷിംല റൂറലിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് HP 52. അതെ അതെ അതെ. അപ്പോ ഈ പട്ടാളത്തിന്റെ ഡിഫൻസ് സ്പെസിഫിക്കേഷൻ എന്ന് വെച്ചാൽ സാധാരണ സ്പെസിഫിക്കേഷൻ 12 വോൾട്ട് ബാറ്ററി ഒന്നുമല്ല. ഇതിന് 24 വോൾട്ട് ബാറ്ററി ഉണ്ട്, ഡ്യുവൽ ഫ്യൂവൽ ടാങ്ക് ഉണ്ട്. അങ്ങനെ ഡിഫൻസ് സ്പെസിഫിക്കേഷൻ സാധാരണ പ്രൊഡക്ഷൻ ലൈനിൽ നിന്ന് മാറ്റി പട്ടാളത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന വണ്ടിയാണ് ഈ പറഞ്ഞ ഡിഫൻഡർ 110. ഇത് പിന്നെ മറ്റുള്ളവർ വാങ്ങുന്നത് എങ്ങനെ? മറ്റുള്ളവർ വാങ്ങുന്നു ഇപ്പോൾ കേരളത്തിൽ ഈ നടന്മാർ വാങ്ങിയത് ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കണമെന്നില്ലല്ലോ അല്ലേ? ഇത് അറിഞ്ഞേ കാണില്ല. അങ്ങനെ അത് മാത്രമല്ല, ഈ ദുൽഖർ സൽമാൻ ഇങ്ങനെയുള്ള വാഹനങ്ങളോട് വലിയ ക്രേസ് ഉണ്ട്. എന്റെ കയ്യിൽ നിന്ന് അദ്ദേഹം 2 വാഹനങ്ങൾ മേടിച്ചിട്ടുണ്ട്. ഒരു BMW 740യും ഒരു മെർസിഡസ് ബെൻസിന്റെ 190Dയും മേടിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ക്ലാസിക് വാഹനങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80-കൾ 90-കളുടെ മോഡലുകൾ. ഞാൻ കാറ് കളക്ട് ചെയ്യുന്ന ആളാണ്. എന്നോട് 2 കാറ് ദുൽഖർ മേടിച്ചിട്ടുണ്ട്. അത് ഒന്ന് KL7 AK 444 എന്ന് പറഞ്ഞ BMW 740 Li. അത് ഇന്ത്യ 5 വണ്ടിയേ ഉള്ളൂ. ഞാനത് വാങ്ങിയത് നമ്മുടെ കോട്ടയത്തെ കുമരകം ബീച്ച് ലേക്ക് റിസോർട്ടിൽ നിന്നാണ്. അവർ ഇമ്പോർട്ട് ചെയ്ത വണ്ടിയാണ് എനിക്കിത് കിട്ടിയത്. അത് ഞാൻ ദുൽഖർ ചോദിച്ചപ്പോൾ ഞാൻ കൊടുത്തു. അങ്ങനെയാണ് ഞാൻ പറഞ്ഞു. ഇതിന് ഈ സംഭവത്തിൽ വാങ്ങിച്ച പൃഥ്വിരാജിനോ നമ്മുടെ ദുൽഖർ സൽമാനോ യാതൊരുവിധ പങ്കും കാണില്ല. ഇത് ഡീലർമാര്, നമ്മുടെ എസ്പെഷ്യലി വടക്കേ ഇന്ത്യയിലുള്ള ഡീലർമാർ, എസ്പെഷ്യലി ഹിമാചൽ പ്രദേശിലെ ഡീലർമാര്, അവിടെ